എല്ലാ വിദ്യാർത്ഥികൾക്കും +1 7ാമത് ചാപ്റ്ററായ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിൻ്റെ 2ാമത് വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആശയങ്ങളിലൊന്നായ പെർമ്യൂട്ടേഷൻസ് ആണ്. എന്താണ് പെർമ്യൂട്ടേഷൻ എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. കൺസിഡർ ദ ലെറ്റേഴ്സ് എ, ബി, സി. ഈ 3 ലെറ്ററുകൾ പരിഗണിക്കുക. അറേഞ്ച്മെൻറ്റ്സ് ടേക്കിംഗ് 2 അറ്റ് എ ടൈം എന്ന് പറഞ്ഞാൽ ഈ 3 ലെറ്റേഴ്സിൽ നിന്നും ഏതെങ്കിലും 2 ലെറ്ററുകൾ എടുത്ത് നമുക്ക് എത്ര അറേഞ്ച്മെൻറ്റുകൾ പോസിബിളാണ്, അതാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഈ 3 എണ്ണത്തിൽ നിന്ന് ഒരു സമയം 2 എണ്ണേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. നമുക്ക് നോക്കാം. എ ബി, ബി എ, എ സി, സി എ, ബി സി, സി ബി. ഈ 3 ലെറ്റേഴ്സിൽ നിന്ന് 2 ലെറ്റർ എടുത്ത് നമുക്ക് ഇത് നമ്മൾ കൗണ്ട് ചെയ്ത് എത്ര കിട്ടും? 6 അറേഞ്ച്മെൻറ്റുകൾ നമുക്ക് പോസിബിളാണ്. അവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ എ ബി ആൻഡ് ബി എ ഇത് രണ്ടും ഡിഫറൻ്റ് ആണ് കേട്ടോ. അറേഞ്ച്മെൻറ്റ് നടത്തുമ്പോൾ ക്രമത്തിന് പ്രാധാന്യമുണ്ട്, ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. എ ബി എടുക്കുമ്പോൾ ആദ്യം എ, രണ്ടാമത് ബി, ബി എ എടുക്കുമ്പോൾ ആദ്യം ബി, രണ്ടാമത്. അറേഞ്ച്മെൻറ്റിൽ എ ബിയും ബി എയും ഈക്വൽ അല്ല എന്ന് ഓർക്കുക. അപ്പോൾ നമ്മൾ എ ബി സിയിൽ നിന്ന് 2 ലെറ്റർ എടുത്ത് 6 അറേഞ്ച്മെൻറ്റുകൾ നടത്തി. ഇനി അറേഞ്ച്മെൻറ്റ്സ് ടേക്കിംഗ് 3 അറ്റ് എ ടൈം. അതിൻ്റെ അർത്ഥം എന്താ? ഈ 3 ലെറ്ററും നമ്മൾ എടുക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഏതെങ്കിലും 2 എടുത്തത്. ഇനി ഈ 3 ലെറ്ററും കൂടെ വെച്ച് നമുക്ക് എത്ര അറേഞ്ച്മെൻറ്റുകൾ പോസിബിളാണ്, അത് ഇത് കണക്ക് എഴുതി നോക്കിയാൽ എ ബി സി എ, സി ബി, ബി എ സി, ബി സി എ, സി എ ബി, സി ബി എ, ഇങ്ങനെ 6 അറേഞ്ച്മെൻറ്റുകൾ നമുക്ക് പോസിബിളാണ്. ഇങ്ങനെ ഈ കുറേ ഒബ്ജക്റ്റുകൾ നമുക്ക് തന്നാൽ ആ ഒബ്ജക്റ്റുകൾ മൊത്തത്തിലെടുത്ത് നമുക്ക് ഇതേപോലെ അറേഞ്ച്മെൻറ്റുകൾ നടത്താം. അല്ലെങ്കിൽ അതിൽ നിന്നും കുറച്ചെണ്ണം എടുത്ത് നമുക്ക് ഇതേപോലെ അറേഞ്ച്മെൻറ്റുകൾ നടത്താം. ഇങ്ങനെ എത്ര അറേഞ്ച്മെൻറ്റുകൾ കണ്ടുപിടിക്കാം എന്ന് ഇതേപോലെ എഴുതി നോക്കി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു ജോലിയാണ്. പകരം അറേഞ്ച്മെൻറ്റിൻ്റെ എണ്ണം, നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ്, അത് കണ്ടുപിടിക്കാനുള്ള ഒരു മാത്തമാറ്റിക്കൽ മെത്തേഡാണ് പെർമ്യൂട്ടേഷൻ. സോ പെർമ്യൂട്ടേഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ്. അറേഞ്ച്മെൻറ്റിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ മെത്തേഡാണ് പെർമ്യൂട്ടേഷൻ. ഈ പെർമ്യൂട്ടേഷനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിലായി പഠിക്കാൻ പോകുന്നത്. NPR ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഔട്ട് ഓഫ് n ഒബ്ജക്ട്സ് ടേക്കിംഗ് സ്മാളർ അറ്റ് എ ടൈം വിത്തൗട്ട് റെപ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഇവിടെ ഒരു പുതിയൊരു നമ്മൾ ഇതുവരെയും പരിചയമില്ലാത്ത പുതിയൊരു എഴുത്ത് അതാകണ്ടേ NPR. അവിടെ N സ്മാൾ ലെറ്ററാണ്, Rഉം സ്മാൾ ലെറ്ററാണ്, P ക്യാപിറ്റലാണ്. ഈ ക്യാപിറ്റൽ P പെർമ്യൂട്ടേഷൻ്റെ സിമ്പലാണ്. ഈ Nഉം R, N എഴുതിയേക്കുന്നുണ്ടല്ലോ കുറച്ച് മുകളിലേക്കാണ്, R കുറച്ച് താഴേക്കാണ് എഴുതിയിരിക്കുക. ഇതിനെ നമ്മൾ NPR എന്നാ വായിക്കുക. ഇതേ രീതിയിൽ തന്നെ അത് എഴുതി പ്രാക്ടീസ് ചെയ്യണേ. NPR എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് കാണുന്ന മെത്തേഡാണ് പെർമ്യൂട്ടേഷൻ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ NPR എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഔട്ട് ഓഫ് n ഒബ്ജക്ട്സ് ടേക്കിംഗ് R അറ്റ് എ ടൈം വിത്തൗട്ട് റെപ്പറ്റീഷൻ. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് n ആണ്. അതിൽ നിന്നും അറേഞ്ച്മെൻറ്റ് നടത്തുവാൻ നമ്മൾ എടുക്കുന്നത് 6 ഒബ്ജക്ട്സ് ആണ്. ടോട്ടൽ ഒബ്ജക്ട്സ് ആണ് n. അതിൽ നിന്നും 6 ഒബ്ജക്റ്റ് എടുത്താണ് നമ്മൾ അറേഞ്ച്മെൻറ്റ് നടത്തുക. അങ്ങനെയുള്ള നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സിൻ്റെ സിമ്പലാണ് NPR. അപ്പോൾ ടോട്ടൽ n, അതിൽ നിന്നും അറേഞ്ച്മെൻറ്റിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് 6 ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു കാര്യം എന്തായാലും ഉറപ്പാ, ഈ 6ൻ്റെ വാല്യൂ n-ന് തുല്യമോ അതിനേക്കാൾ കുറവോ ആവണമല്ലോ. ഓക്കെ, ഇനി ഈ NPRൻ്റെ ഫോർമുല നമുക്ക് പഠിക്കാം. NPR ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ. ഇതാണ് ഈ പെർമ്യൂട്ടേഷൻ്റെ പ്രധാനപ്പെട്ട ഫോർമുല. NPR
എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. അവിടെ എൻ എന്താണ്? ടോട്ടൽ നമ്പർ. ആർ എന്താണ്? അറേഞ്ച്മെൻറ്റ് നടത്താൻ നമ്മൾ എടുക്കുന്നത് എത്രയോ അതാണ് ആർ. പി ഫോർ പെർമ്യൂട്ടേഷൻ. വട്ട് ഈസ് എൻ പി ആർ? എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. ഇതിൽ നിന്ന് ചെറിയ കുറേ റിസൾട്ടുകൾ നമ്മൾ ബൈഹാർട്ട് ചെയ്യണം. ഒന്ന്, എൻ പി വൺ ആൻസർ എൻ. എൻ പി ടു എൻ ഇൻറ്റു എൻ മൈനസ് വൺ. എൻ പി ത്രീ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എൻ മൈനസ് ടു. കണ്ടില്ലേ, ഇവിടെ എൻ പി വൺ വന്നപ്പോൾ ഇവിടെ ഒരു നമ്പരേ ഉള്ളൂ. എൻ പി ടു ആയപ്പോൾ എൻ ഇൻറ്റു എൻ മൈനസ് വൺ രണ്ടെണ്ണം വന്നു. എൻ പി ത്രീ ആയപ്പോൾ ഇവിടെ എത്ര എണ്ണോ വന്നേ? മൂന്നെണ്ണം. അതെങ്ങനെ എഴുന്നേന്ന് കണ്ടല്ലോ. എൻ അതിൽ നിന്ന് ഓരോന്ന് കുറഞ്ഞു കുറഞ്ഞാണ് ഈ വരുന്നത്. ഈ റിസൾട്ടുകളെല്ലാം തന്നെ ബൈഹാർട്ട് ചെയ്യണം. എൻ പി ആർ എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. എൻ പി വൺ എൻ, എൻ പി ടു എൻ ഇൻറ്റു എൻ മൈനസ് വൺ, എൻ പി ത്രീ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എൻ മൈനസ് ടു, എൻ പി എൻ എൻ ഫാക്ടോറിയൽ. ഇത്രയും റിസൾട്ടുകളാണ് നമ്മൾ ഈ എൻ പി ആറുമായി ബന്ധപ്പെട്ട് ബൈഹാർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ എൻ പി ത്രീ നമ്മളിവിടെ പറഞ്ഞല്ലോ, എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എൻ മൈനസ് ടു. അങ്ങനെയാണെങ്കിൽ എൻ പി ഫോർ എന്തായിരിക്കും? എൻ, എൻ മൈനസ് വൺ, എൻ മൈനസ് ടു, എൻ മൈനസ് ത്രീ. ഇവിടെ 3 വന്നാൽ ഇവിടെ 3 ഫാക്ടർ. ഇവിടെ 2 ആയപ്പോൾ ഇവിടെ 2 എണ്ണം. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 1 എണ്ണം. ഈ രീതിയിൽ എഴുതി പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. 10p1 ആൻസർ 10. 10p2 10 ഇൻറ്റു 9. ദാ 2 എണ്ണം. ഇവിടെ 2 വന്നപ്പോൾ 2 എണ്ണം വന്നാണ്ടില്ലേ? ഓരോന്ന് കുറഞ്ഞു കുറഞ്ഞാണേ വരിക. 10 ഇൻറ്റു 9. അങ്ങനെയാണെങ്കിൽ 10p3 എന്തായിരിക്കും? 10 ഇൻറ്റു 9 ഇൻറ്റു 8. അപ്പോൾ 10p4ൻ്റെ ആൻസർ എന്ത് വരും? 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7. ഇങ്ങനെ എഴുതുന്നൊരു പ്രാക്ടീസ് നിങ്ങൾക്ക് കൃത്യമായിട്ടുണ്ടാവണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട നമുക്കൊരു പ്രോബ്ലം ചർച്ച ചെയ്യാം. എൻ പി 4 ബൈ എൻ മൈനസ് 1 p4 ഈസ് ഈക്വൽ ടു 5/3. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അതെളുപ്പമോ? മോളി നോക്കിയേ, ഇവിടെ എൻ പി 4 അല്ലേ? ഇതാ ഈ എഴുതിയിരിക്കുന്ന റിസൾട്ട് അനുസരിച്ച് എൻ പി 4ൻ്റെ ആൻസർ എന്തായിരിക്കും? എൻ, എൻ മൈനസ് 1, എൻ മൈനസ് 2, എൻ മൈനസ് 3. എൻ മൈനസ് 1 p4ൻ്റെ ആൻസർ തുടങ്ങേണ്ട എൻ മൈനസ് 1ലാണ്. എന്നിട്ട് ഓരോന്ന് കുറഞ്ഞു കുറഞ്ഞു വരണം. അപ്പോൾ ഇതാ ഈ ആൻസർ നമുക്ക് വരും. എൻ പി 4 എൻ, എൻ മൈനസ് 1, എൻ മൈനസ് 2, എൻ മൈനസ് 3. ഇവിടെ 4 ആയതുകൊണ്ട് ഇതാ ഇവിടെ 4 എണ്ണം വന്നു. അടുത്ത എൻ മൈനസ് 1 p4 എവിടാ നമ്മൾ തുടങ്ങേണ്ടത്? എൻ മൈനസ് 1ലാണ്. എന്നിട്ട് ഓരോന്ന് കുറഞ്ഞു വരണം. എൻ മൈനസ് 1 ഒന്ന് കുറയുമ്പോൾ എൻ മൈനസ് 2, എൻ മൈനസ് 3, എൻ മൈനസ് 4. ഇവിടെ 4 അപ്പോഴിതാ ഇവിടെ 4 എണ്ണം ഉണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിയേ. അതിൻ്റെ മുകളിലും താഴെയും ഒരേ കണക്കുള്ളത് ക്യാൻസൽ ചെയ്യാം. എൻ മൈനസ് 1 ക്യാൻസൽ ചെയ്തു, എൻ മൈനസ് 2 ക്യാൻസൽ ചെയ്തു, എൻ മൈനസ് 3 ക്യാൻസൽ ചെയ്തു. ഇനി ഇതിനകത്ത് എന്താ ബാക്കിയുള്ളത്? ഇവിടെ മുകളിൽ എൻ ഉണ്ട്, ഇവിടെ എൻ മൈനസ് 4 ഉണ്ട്. അപ്പോൾ എൻ ബൈ എൻ മൈനസ് 4. റൈറ്റ് സൈഡിൽ എന്താ ഉള്ളത്? 5/3 ആണ്. ബാലൻസ് ഉള്ളതാണ് എഴുതിയത്. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ഈ 3യും എന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3n, 5ഉം എൻ മൈനസ് 4 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 5 ഇൻറ്റു എൻ മൈനസ് 4. റൈറ്റ് സൈഡിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 5n മൈനസ് 20. ഇതിൽ നിന്ന് ഈ 3n ഇപ്പുറവും മൈനസ് 20 ഇപ്പുറവും വെച്ചാൽ 5n മൈനസ് 3n എന്ത് വരും? 2n. മൈനസ് 20 അപ്പുറം പോയാൽ പ്ലസ് 20. 2n 20 ആണെങ്കിൽ അതിൽ നിന്ന് എന്നിൻ്റെ വാല്യൂ എന്താ? 20/2. ആൻസർ 10. നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് n ഒബ്ജക്ട്സ് ടേക്കിംഗ് ഓൾ അറ്റ് എ ടൈം n ഫാക്ടോറിയൽ. ഇത് ഈ ചാപ്റ്ററിൽ നമ്മൾ ഈ പെർമ്യൂട്ടേഷൻ പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന റിസൾട്ടാണ് n ഒബ്ജക്ട്സിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് n ഫാക്ടോറിയൽ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എന്നിൽ നിന്നും 6 എടുത്താൽ NP6, എന്നിൽ നിന്നും n മുഴുവനായി എടുത്താലോ NPn. ആ NPn ആണ് എന്തായി മാറുന്നത്? n ഫാക്ടോറിയൽ. അപ്പോൾ ഈ n ഒബ്ജക്ട്സിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് n ഫാക്ടോറിയലാണ്. അങ്ങനെയാണെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കുക, ദ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് 5 ബോയ്സ് ഓൺ എ ബെഞ്ച്. 5 ആൺകുട്ടികളെ ഒരു ബെഞ്ചിൽ നമുക്ക് എത്ര അറേഞ്ച്മെൻറ്റിൽ എടുത്താം? n ഒബ്ജക്ട്സ് ആണെങ്കിൽ n ഫാക്ടോറിയൽ.
5 ബോയ്സ് ആൻസർ 5 ഫാക്ടോറിയൽ ആൻസർ 120. അതേപോലെ വേറൊരു ചോദ്യം, ദ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് 10 ഗേൾസ് ഓൺ എ ലൈൻ ഫോർ എ ഫോട്ടോഗ്രാഫ്. ഒരു ഫോട്ടോഗ്രാഫിന് വേണ്ടി ഒരു ലൈനിൽ 10 പെൺകുട്ടികളെ അറേഞ്ച് ചെയ്യുന്നു. എത്ര അറേഞ്ച്മെൻറ്റ് പോസിബിളാണ്? 10 ഗേൾസ് അല്ലേ, ആൻസർ 10 ഫാക്ടോറിയൽ. അപ്പോൾ n ഒബ്ജക്ട്സിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എത്രയാ? n ഫാക്ടോറിയൽ. 5 ബോയ്സ് 5 ഫാക്ടോറിയൽ, 10 ഗേൾസ് 10 ഫാക്ടോറിയൽ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. ഇൻ ഹൗ മെനി വേയ്സ് ക്യാൻ 7 ബുക്സ് ബി അറേഞ്ച്ഡ് ഓൺ എ ഷെൽഫ് സോ ദാറ്റ് 3 പെർട്ടിക്കുലർ ബുക്സ് വിൽ കം ടുഗദർ? അതായത് 7 ബുക്കുകളെ നമുക്കൊരു ഷെൽഫിൽ അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ചെയ്യുമ്പോൾ 3 പെർട്ടിക്കുലർ ബുക്സ് എപ്പോഴും അടുത്തടുത്ത് വരണം. ഇതാണ് ചോദ്യം. ഇപ്പം കണ്ടീഷനൊന്നും ഇല്ലായിരുന്നെങ്കിലേ 7 ബുക്കുകളെ നമുക്കൊരു ഷെൽഫിൽ എത്ര രീതി അറേഞ്ച് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്ക് നേരിട്ട് ആൻസർ പറയാം 7 ഫാക്ടോറിയലാണ്. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നു, 3 പെർട്ടിക്കുലർ ബുക്സ് എപ്പോഴും അടുത്തടുത്ത് വരണം. നമുക്ക് നോക്കാം. നമ്മൾ ആ 7 ബുക്കുകൾക്ക് ഇതാ ഇങ്ങനെ പേര് കൊടുത്തു, ABCDEFG. ഇതാണ് ആ 7 ബുക്കുകളെന്ന് കരുതുക. അതിൽ 3 പെർട്ടിക്കുലർ ബുക്സ് നമുക്കത് ABC ആയിട്ട് എടുക്കാം. ഇത് 3ഉമാണ് ആ പെർട്ടിക്കുലർ ബുക്സ്. ഇതെപ്പോഴും അടുത്തടുത്ത് വരണം. അങ്ങനെ പറഞ്ഞാൽ ഇത് 3ഉം കൂടെ നമ്മൾ ചേർത്ത് വയ്ക്കണം. ഈ 3 ബുക്കുകൾ എപ്പോഴും അടുത്തടുത്ത് വരണമെന്നാണല്ലോ ക്വസ്റ്റിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത് 3ഉം നമ്മൾ ചേർത്ത് വയ്ക്കണം. അതിന് നമ്മൾ പറയും അത് 3ഉം കൂടെ ഒരു യൂണിറ്റായി പരിഗണിക്കണം. അതിന് അത് 3ഉം കൂടെ ചേർത്തൊരു ബോക്സ് വരച്ചാൽ മതി. ഇതെപ്പോഴും അടുത്തടുത്ത് വരണം. അതിനാണ് ഈ ബോക്സ് നമ്മൾ വരച്ചത്. ഇനി ഇത് അടുത്തടുത്ത് വരണമെന്ന് പറഞ്ഞാൽ ഈ 3 ബുക്കുകളെ തമ്മിൽ നമുക്ക് പല രീതിയിൽ അറേഞ്ച് ചെയ്തുകൂടെ? അതെത്ര രീതി അറേഞ്ച് ചെയ്യാം? ഈ ബോക്സിനകത്ത് 3 ബുക്കുകളല്ലേ, 3 ബുക്കുകളുടെ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എത്രയാ? 3 ഫാക്ടോറിയൽ. ഇനി നമ്മൾ ടോട്ടൽ കൗണ്ട് ചെയ്യണം. ടോട്ടൽ കൗണ്ട് ചെയ്യുമ്പോൾ ഈ ബോക്സിനെ 1 ആയിട്ട് എടുക്കണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ് അതിനെ ഒരു യൂണിറ്റായി പരിഗണിക്കണം. അപ്പോഴത് ടോട്ടൽ എണ്ണുമ്പോൾ ആ ബോക്സിൻ്റെ മുകളിൽ 1, ഇത് മൊത്തത്തിലാണ് 1 ആയി പരിഗണിച്ചത്. അപ്പോൾ ഈ D എത്രാമത് വരും? 2. ഇതെത്ര വരും? 3. ഇതെത്ര വരും? 4. ഇതെത്ര വരും? 5. അങ്ങനെ ഇപ്പം മൊത്തം എത്ര യൂണിറ്റ് ഉണ്ട്? 5 യൂണിറ്റ്. ഈ 5 എണ്ണത്തിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എത്രയാണ് വരിക? 5 ഫാക്ടോറിയൽ. ഇനി അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാ, ഒന്ന് എമ്മും മറ്റൊന്ന് എന്നുമാണെങ്കിൽ ടോട്ടൽ M ഇൻറ്റു N ആണ്. അതിൻ്റെ പ്രിൻസിപ്പിളിനൊരു പേരും പറഞ്ഞു, ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. അപ്പോൾ ഇത് 3 ഫാക്ടോറിയൽ, ഇത് 5 ഫാക്ടോറിയൽ. അപ്പോൾ ഈ ടോട്ടൽ കാണാൻ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ മതി. 3 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ എത്രയാ? 6. 5 ഫാക്ടോറിയൽ 120. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആൻസർ വരും? 720. അപ്പോൾ ഈ 3 പെർട്ടിക്കുലർ ബുക്സ് അടുത്തടുത്ത് വരണമെന്ന് പറഞ്ഞാൽ ആ 3 ബുക്കും കൂടെ ഇങ്ങനെ ഒരു ബോക്സിനകത്താക്കിയാൽ മതി. എന്നിട്ട് ആദ്യം ബോക്സിനകത്തുള്ളത് കൗണ്ട് ചെയ്യണം. 1, 2, 3. അതിൻ്റെ 3 ഫാക്ടോറിയൽ. ടോട്ടൽ കൗണ്ട് ചെയ്യുമ്പോൾ ബോക്സിന് 1 എന്നാണ് പേര് കൊടുക്കേണ്ടത്. 1, 2, 3, 4, 5. അതിൻ്റെ 5 ഫാക്ടോറിയൽ. എന്നിട്ട് ടോട്ടൽ കാണാൻ ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്താൽ മതി. അടുത്ത ചോദ്യം, ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് മൺഡേ യൂസിങ് ഈച്ച് ലെറ്റർ വൺസ് ഇഫ്? ക്വസ്റ്റ്യൻ നമ്പർ 1, 4 ലെറ്റേഴ്സ് ആർ യൂസ്ഡ് അറ്റ് എ ടൈം. അതായത് ഈ മൺഡേ എന്ന വേർഡ്, ഈ വേർഡിൻ്റെ പ്രത്യേകത ആദ്യം മനസ്സിലാക്കണം. ഇതിൽ ഒരു ലെറ്റർ പോലും റിപ്പീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എല്ലാ ലെറ്ററും ഓരോ വട്ടമേ വന്നിട്ടുള്ളൂ, റെപ്പറ്റീഷൻ ഇല്ല. ഈ വേർഡിൽ മൊത്തം എത്ര ലെറ്റേഴ്സാണ്? 1, 2, 3, 4, 5, 6. ഈ 6 ലെറ്റേഴ്സിൽ നിന്നും 4 ലെറ്റേഴ്സ് ആർ യൂസ്ഡ് അറ്റ് എ ടൈം. ഒരു ടൈമിൽ 4 ലെറ്റർ എടുക്കണം. അതായത് 6ൽ നിന്നും 4 ലെറ്റർ എടുത്ത് നമുക്ക് എത്ര അറേഞ്ച്മെൻറ്റുകൾ നടത്താം? നമ്മൾ നേരത്തെ പറഞ്ഞ എന്നിൽ നിന്നും 6 എടുത്താൽ NPR. അപ്പോൾ 6ൽ നിന്നും 4 എണ്ണം എടുത്താൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് 6P4. എങ്ങനെയാണ് 6P4 കാണാൻ? നമ്മൾ നേരത്തെ പറഞ്ഞു 6 × 5 × 4 × 3.
ഇവിടെ 4 വന്നുകൊണ്ട് 4 നമ്പേഴ്സ് ഇവിടെ വരും. ഈ 4 വരുമ്പോഴാണ് 6ൽ നിന്ന് ഓരോന്ന് കുറഞ്ഞ് 4 എണ്ണം എഴുതുക. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 360. അതിനകത്തൊരു ചോദ്യം കൂടി, ഓൾ ലെറ്റേഴ്സ് ആർ യൂസ്ഡ് അറ്റ് എ ടൈം. അതായത് ഈ 6 ലെറ്ററും, ഈ മൺഡേ എന്ന വേർഡിൽ 6 ലെറ്റേഴ്സ് ഉണ്ടല്ലോ, ഈ 6 ലെറ്ററും നമ്മൾ അറേഞ്ച്മെൻറ്റിന് എടുക്കും. 6 ലെറ്റേഴ്സ് ടോട്ടലായി അറേഞ്ച്മെൻറ്റിന് പരിഗണിച്ചാൽ n ഒബ്ജക്റ്റ് ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് n ഫാക്ടോറിയൽ. അപ്പോൾ 6 ലെറ്റേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എന്തായിരിക്കും? 6 ഫാക്ടോറിയൽ. വാട്ട് ഈസ് 6 ഫാക്ടോറിയൽ? 1 × 2 × 3 × 4 × 5 × 6. ആൻസർ 720. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ വേർഡ് ഡാട്ടർ. ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ്സ് ആർ റീഅറേഞ്ച്ഡ്. ഈ ഡാട്ടർ എന്ന് പറയുന്ന വേർഡിന് നേരത്തെ പറഞ്ഞ പ്രത്യേകതയുണ്ട്. അതിലെ ഒരു ലെറ്റർ പോലും റിപ്പീറ്റ് ചെയ്തിട്ടില്ല. എല്ലാ ലെറ്ററും ഓരോ പ്രാവശ്യമേ ഉള്ളൂ. ഈ വേർഡിലെ ലെറ്റേഴ്സിനെ റീഅറേഞ്ച് ചെയ്യുന്നു. എല്ലാ ലെറ്റേഴ്സിനെയും റീഅറേഞ്ച് ചെയ്യുകയാണ്. ഒന്നാമത് ക്വസ്റ്റ്യൻ പറയുന്നത്, ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ്. ആകെ എത്ര വേർഡുകൾ ഉണ്ടാവും? ഈ വേർഡിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8. ആകെ 8 ലെറ്റേഴ്സാണ്. 8 ലെറ്റേഴ്സിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ആൻസർ 8 ഫാക്ടോറിയൽ. 8 ഫാക്ടറിൽ എത്ര നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു? 40 320. 8 ഫാക്ടറിൽ എങ്ങനെയാണ് കാണുക? 1 × 2 × 3 × എക്സെട്ര × 8. 1 മുതൽ 8 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റാണ് 8 ഫാക്ടോറിയൽ. അപ്പോൾ ഈ വേർഡിൽ 8 ലെറ്റേഴ്സാണ്. 8 ലെറ്റേഴ്സിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് 8 ഫാക്ടോറിയൽ. ആൻസർ 40320. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് വേർഡ് സ്റ്റാർട്ട് വിത്ത് യു. യുയിൽ തുടങ്ങുന്ന എത്ര വാക്കുകളുണ്ടാവും? ഈ 8 ലെറ്റേഴ്സിനെ നമ്മൾ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് നമ്മൾ പറഞ്ഞല്ലോ 40 320. ഇതിൽ യുയിൽ തുടങ്ങുന്ന എത്ര വേർഡുകളുണ്ട്? അതിന് നമ്മൾ ഒരു 8 വരയിടും. കാരണം ആ ലെറ്റേഴ്സിൽ 8 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ്. 1 2 3 4 5 6 7 8. 8 വരെ ഇട്ടു. ക്വസ്റ്റ്യൻ പറയുന്നത് 8 വരെ ഇടാനുള്ള കാരണം അറിയാമല്ലോ, ഈ വേർഡിൽ 8 ലെറ്റേഴ്സാണ്. യുയിലാണ് വേർഡുകളെല്ലാം തുടങ്ങേണ്ടത്. അപ്പോഴും നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് സ്ലോട്ട് ഉണ്ടല്ലോ, ഇവിടെ ആ യു അങ്ങ് ഫിക്സ് ചെയ്യും. അതിന് മാറ്റമില്ല. കാരണം എല്ലാ ലെറ്റേഴ്സും യുയിലാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ആ ഫസ്റ്റ് സ്ലോട്ടിൽ യു നമ്മൾ ഫിക്സ് ചെയ്തു. അതിന് മാറ്റം ഉണ്ടാവില്ല. ഇനി എത്ര സ്ലോട്ട് ഇവിടെ ബാക്കിയുണ്ട്? 7. ഇതിൽ നിന്ന് യു ആണ് നമ്മൾ ഈ ഫിക്സ് ചെയ്ത്. ബാക്കി ഇത് എത്ര ലെറ്റേഴ്സ് കാണും? 7. റെപ്പറ്റീഷൻ ഇല്ലയെന്നറിയാമല്ലോ. ഈ വേർഡിലെ ഈ യു ഉണ്ടല്ലോ, അതാണ് നമ്മളിവിടെ ഫിക്സ് ചെയ്ത്. അപ്പോൾ ഇതിൽ നിന്ന് യു ഇഞ്ഞ് മാറിക്കഴിഞ്ഞു. ബാക്കി ഇതിനകത്ത് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 7. ഇവിടെ എത്ര സ്ലോട്ട് ഉണ്ട്? 7. 7 ഗ്യാപ്പിലേക്ക് 7 ലെറ്റേഴ്സ് അല്ലേ അറേഞ്ച് ചെയ്യേണ്ടത്? അതിൻ്റെ ആൻസർ 7 ഫാക്ടോറിയൽ. ആൻസർ 5040. ഏത് ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാനും ഈ മെത്തേഡ് ചെയ്താൽ മതി. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ നമ്പർ ഓഫ് വേർഡ് സ്റ്റാർട്ട് വിത്ത് ജി ആൻഡ് എൻഡ് വിത്ത് ആർ. ജിയിൽ തുടങ്ങി ആറിൽ അവസാനിക്കുന്ന. ഇത് വെച്ച് നമുക്ക് പെട്ടെന്നങ്ങ് പറയാം. അപ്പോൾ ഇതേപോലെ 8 സ്ലോട്ട് വരച്ചിട്ട് അതിൽ ആദ്യം നമ്മൾ എന്തെഴുതും? ജി. ഈ ലാസ്റ്റിൽ എന്തെഴുതും? ആർ. ഇതിൽ നിന്ന് ഈ ജി എടുത്ത് ആദ്യവും 6 എടുത്ത് ഈ ലാസ്റ്റിലും ഫിക്സ് ചെയ്യും. മൊത്തം 8 ആയിരുന്നല്ലോ. അതിൽ നിന്ന് ജി ആദ്യവും 6 അവസാനവുമായിട്ടങ്ങ് മാറും. അപ്പോൾ ഈ 8ൽ നിന്നും ജിയും 6ഉം പോയാൽ പിന്നെ 6 അല്ലേ ഉള്ളൂ. ആ 6ൻ്റെ അറേഞ്ച്മെൻ്റ് അല്ലേ നമ്മൾ 6 സ്ലോട്ടിൽ ചെയ്യേണ്ടത്. ആൻസർ 6 ഫാക്ടോറിയൽ 720. ഫൈൻഡ് ദ നമ്പർ ഓഫ് വേർഡ്സ് ഇൻ വിച്ച് വവ്വൽസ് ആർ ടുഗദർ. ഈ ഡാട്ടർ എന്ന വേർഡിലെ വവ്വൽസ് അടുത്തടുത്ത് വരുന്ന എത്ര വേർഡുകൾ നമുക്ക് ഫോം ചെയ്യാം? നേരത്തെ 3 ബുക്കുകൾ അടുത്തടുത്ത് വരണമെന്ന് പറഞ്ഞപ്പോൾ ആ 3 ബുക്കുകളെയും കൂടെ നമ്മളൊരു ബോക്സിനകത്താക്കിയില്ലേ? ഇവിടെ അതേപോലെ ഇതിനകത്തുള്ള 3 വവ്വൽസ് ഏതൊക്കെയാ? എ, യു, ഇ. അത് 3ഉം കൂടെ ഒരു ബോക്സിനകത്താക്കും. എന്നിട്ട് ബാക്കിയുള്ള ലെറ്റേഴ്സ് ഉണ്ടല്ലോ, വവ്വൽസ് അല്ലാത്തത്, ഡി, ജി, എച്ച്, ടി, ആർ, അത് വെളിയിലേക്ക് എഴുതി. അപ്പോൾ വവ്വൽസ് അടുത്തടുത്ത് വരണമെന്ന് പറഞ്ഞാൽ ഇതിലെ 3 വവ്വൽസിനെയും കൂടെ ഒരു ബോക്സിലാക്കുക. വവ്വൽസ് അല്ലാത്ത ലെറ്റേഴ്സ് ആ ബോക്സിന് വെളിയിൽ എഴുതുക. ആദ്യം നമ്മൾ ഈ ബോക്സിനകത്തുള്ളത് കൗണ്ട് ചെയ്യണം. 1 2 3. അപ്പോൾ ഈ ബോക്സിനകത്തുള്ള നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ്
3 ഫാക്ടോറിയൽ. ഇനി ടോട്ടൽ കൗണ്ട് ചെയ്യണം. ടോട്ടൽ കൗണ്ട് ചെയ്യുമ്പോൾ ബോക്സിനെ 1 ആയിട്ടാണ്. 1 2 3 4 5 6, അതിൻ്റെ 6 ഫാക്ടോറിയൽ. അപ്പോൾ ടോട്ടൽ ആൻസർ 3 ഫാക്ടോറിയൽ ഇൻറ്റു 6 ഫാക്ടോറിയൽ. എത്ര 3 ഫാക്ടോറിയൽ 6 ഫാക്ടോറിയൽ വരിക? 3 ഫാക്ടോറിയൽ 6 ആണ്. 6 ഫാക്ടോറിയൽ 720. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4320. അപ്പോൾ ഈ ബോക്സിനകത്ത് 3, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് 3 ഫാക്ടോറിയൽ. ഇനി ടോട്ടൽ കൗണ്ട് ചെയ്യുമ്പോൾ ഈ ബോക്സിനെ 1 ആയിട്ട് കൗണ്ട് ചെയ്യണം. 1 2 3 4 5 6, 6 ഫാക്ടോറിയൽ. ഇത് 3 ഫാക്ടോറിയലും ഇത് 6 ഫാക്ടോറിയലുമാണെങ്കിൽ ടോട്ടൽ കാണാൻ അത് രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് എടുക്കുന്നു. ആൻസർ 4320. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് വേർഡ്സ് ഇൻ വിച്ച് വവ്വൽസ് ആർ നോട്ട് ടുഗദർ. വവ്വൽസ് എല്ലാം കൂടെ ചേർന്നിരിക്കാത്ത എത്ര വേർഡുകൾ? അതിന് ചെയ്യേണ്ടത്, നമ്മളിവിടെ ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് ആദ്യത്തെ ക്വസ്റ്റിനകത്ത് കണ്ടല്ലോ 40 320. ഇപ്പം നമ്മൾ വവ്വൽസ് അടുത്തടുത്ത് വരുന്നത് കണ്ടല്ലോ 43 20. അപ്പോൾ വവ്വൽസ് അടുത്തടുത്ത് വരാത്തത് കാണാൻ എന്ത് ചെയ്യണം? ഈ ടോട്ടലിൽ നിന്ന് വവ്വൽസ് അടുത്തടുത്ത് വരുന്നത് മൈനസ് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ ടോട്ടലായ 40 320 മൈനസ് വവ്വൽസ് അടുത്തടുത്ത് വരുന്ന 43 20, ഇവ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ 36000. ഇതാണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ ഈ വവ്വൽസ് അടുത്തടുത്ത് വരാത്തത് കാണാൻ ആദ്യം ടോട്ടൽ കാണുക, പിന്നെ വവ്വൽസ് അടുത്തടുത്ത് വരുന്നത് കാണുക. ടോട്ടലിൽ നിന്ന് വവ്വൽസ് അടുത്തടുത്ത് വരുന്നത് കുറയ്ക്കുമ്പോൾ അടുത്ത് വരാത്തത് കിട്ടും. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ബനാന. ഈ വേർഡിൻ്റെ പ്രത്യേകത എന്താ? നേരത്തെ നമ്മൾ പറഞ്ഞ വേർഡിലൊന്നും ലെറ്റേഴ്സിൻ്റെ റെപ്പറ്റീഷനിൽ. ഇവിടെ നോക്കിയേ, ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. എ എത്ര വട്ടം? 3. എൻ എത്ര പ്രാവശ്യം? 2. ഇങ്ങനെ ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്താൽ ആദ്യം നമ്മൾ ഓരോ ലെറ്ററിൻ്റെയും നമ്പർ ഓഫ് റെപ്പറ്റീഷൻ എഴുതണം. നമുക്കത് ആദ്യം എഴുതാം. എ 3 വട്ടം, എൻ 2 പ്രാവശ്യം. ഈ 2 ലെറ്റേഴ്സാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. എ 3 പ്രാവശ്യവും എൻ 2 പ്രാവശ്യവും. ഇനി നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എഴുതാൻ ആദ്യം ടോട്ടൽ കൗണ്ട് ചെയ്യണം. 1 2 3 4 5 6, 6 ഫാക്ടോറിയൽ. എന്നിട്ട് അതിൻ്റെ ഡിനോമിനേറ്ററിൽ ഈ 2 നമ്പറിൻ്റെ ഫാക്ടോറിയൽ കൂടി എഴുതി ചേർക്കണം. എന്ന് പറഞ്ഞാൽ 6 ഫാക്ടോറിയൽ ബൈ എയുടെ നമ്പർ ഓഫ് റെപ്പറ്റീഷൻ 3, 3 ഫാക്ടോറിയൽ ഇൻറ്റു എൻ്റെ നമ്പർ ഓഫ് റെപ്പറ്റീഷൻ 2, 2 ഫാക്ടോറിയൽ. ഇത് രണ്ടും ഡിനോമിനേറ്ററിൽ എഴുതണം. ഈ മെത്തേഡ് പഠിച്ചു വയ്ക്കണം. അപ്പോൾ റെപ്പറ്റീഷൻ വരുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് ടോട്ടൽ കൗണ്ട് ചെയ്യും. ഇത് ടോട്ടൽ കൗണ്ട് ചെയ്യുമ്പോൾ 6 എണ്ണം ഇല്ലയോ? അപ്പോഴേ 6 ഫാക്ടോറിയൽ. എയുടെ റെപ്പറ്റീഷൻ 3, 3 ഫാക്ടോറിയൽ ഇൻറ്റു എന്നിൻ്റെ റെപ്പറ്റീഷൻ 2, 2 ഫാക്ടോറിയൽ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6 ഫാക്ടോറിയൽ എത്ര? 720. 3 ഫാക്ടോറിയൽ 6, 2 ഫാക്ടോറിയൽ 2. 6 × 2 12. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? 60. ഇനി അടുത്ത ചോദ്യം, ഇനി ഹൗ മെനി വേയ്സ് ക്യാൻ ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് പെർമ്യൂട്ടേഷൻസ്. വേർഡ് കണ്ടല്ലോ, പെർമ്യൂട്ടേഷൻസ്. അതിൽ റെപ്പറ്റീഷൻ ഉണ്ട്. ദാണ്ട് ടി 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. വേറെ ഒരു ലെറ്ററിനും റെപ്പറ്റീഷൻ ഇല്ല. ടിക്ക് മാത്രമേ ഉള്ളൂ ടി 2 പ്രാവശ്യം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, ദ വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് പി ആൻഡ് എൻഡ് വിത്ത് എസ്. പിയിൽ തുടങ്ങി എസിൽ അവസാനിക്കുന്ന എത്ര വാക്കുകൾ? അതിനെ ഒരു എളുപ്പമാർഗം എന്ന് പറയുന്നത്, നേരത്തെ ഇല്ല പറഞ്ഞ കണക്ക് കുറേ വരയിട്ടിട്ട് അതിലേക്ക് പിയും എസും നമ്മൾ എഴുതി ചേർക്കുകയാണ് പതിവ്. പക്ഷെ അതിനേക്കാൾ നല്ല ഒരു എളുപ്പമാർഗം, പിയിൽ തുടങ്ങി എസിൽ അവസാനിക്കുന്നതല്ലേ കാണേണ്ടത്. ഇതിന്നേ ആ പിയും ആ ഒരു എസും അങ്ങ് ഒഴിവാക്കിയാൽ മതി. അതാണ് എളുപ്പം. പി എസും കളഞ്ഞു. ബാക്കി കൗണ്ട് ചെയ്ത് അതിനകത്ത് എത്ര എണ്ണം വരുമെന്നുള്ളത് 1 2 3 4 5 6 7 8 9 10. ഇത് മൊത്തം 10 എണ്ണം. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് 10 ഫാക്ടോറിയൽ. ഓക്കെ, തീർന്നില്ല. ഇവിടെ ടി 2 പ്രാവശ്യം വന്നില്ലേ? അപ്പോൾ ടിയുടെ നമ്പർ ഓഫ് റെപ്പറ്റീഷൻ 2 അല്ലേ? അപ്പോൾ താഴെ നമ്മൾ എന്തെഴുതി ചേർക്കണം?
2 ഫാക്ടോറിയൽ. അപ്പോൾ പിയിൽ തുടങ്ങി എസ്സിൽ അവസാനിക്കുന്ന കാണാൻ ഈ വേർഡിൽ നിന്ന് ഒരു പിയും ഒരു എസ്സും നമ്മൾ ഒഴിവാക്കി. ബാക്കി ഇതിലെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് 10 ആണ്. 10ന്റെ ഫാക്ടോറിയൽ. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ടി എന്ന ലെറ്റർ 2 പ്രാവശ്യം വന്നതായി കണ്ടു. അതിൻ്റെ അടിയിൽ 2 ഫാക്ടോറിയൽ. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. വൗവൽസ് ആർ ടുഗദർ. ഇതൊക്കെ നമ്മൾ പലവട്ടം പറഞ്ഞു കഴിഞ്ഞതാ. വൗവൽസ് ഒരുമിച്ച് വരണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ വേർഡിലെ വൗവൽസ് എല്ലാം കൂടെ പ്രത്യേകം ഒരു ബോക്സിനകത്താക്കും. എന്നിട്ട് വൗവൽസ് അല്ലാത്ത ലെറ്റേഴ്സ് വെളിയിൽ എഴുതും. ഇതിനകത്ത് വൗവൽസ് ഏതൊക്കെയാ? ഇ, യു, എ, ഐ, ഒ. അതൊരു ബോക്സിലാക്കി വൗവൽസ് അല്ലാത്ത ലെറ്റേഴ്സ് ബോക്സിന് വെളിയിലേക്ക് എഴുതി. ഇനി ആദ്യം ഈ ബോക്സിനകത്തുള്ളത് എണ്ണണം. 1, 2, 3, 4, 5. അപ്പോൾ ഈ ബോക്സിനകത്ത് 5 ആണ്. അതിൻ്റെ അറേഞ്ച്മെൻറ്റ് 5 ഫാക്ടോറിയൽ. എന്നിട്ട് ടോട്ടൽ എണ്ണം. ടോട്ടൽ എണ്ണുമ്പോൾ ഈ ബോക്സിനെ നമ്മൾ 1 ആയിട്ടാണ് എണ്ണുക. 1, 2, 3, 4, 5, 6, 7, 8. അതിൻ്റെ 8 ഫാക്ടോറിയൽ. തീർന്നില്ല. ടിയുടെ നമ്പർ ഓഫ് റെപ്പറ്റീഷൻ എഴുതാൻ മറക്കരുത്. ടി 2 പ്രാവശ്യമുണ്ട്. അപ്പോൾ 8 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. അപ്പോഴതിൻ്റെ ആൻസർ ഈ എ, ഐ, ഒ ഈ ബോക്സിനകത്ത് 5 എണ്ണം. അതിൻ്റെ 5 ഫാക്ടോറിയൽ. ഈ ബോക്സിനെ 1 ആയിട്ട് വേണം കൗണ്ട് ചെയ്യാൻ. 1, 2, 3, 4, 5, 6, 7, 8. അതിൻ്റെ 8 ഫാക്ടോറിയൽ ബൈ ഈ 2 ഏതാണെന്ന് മനസ്സിലായല്ലോ. ടിയുടെ നമ്പർ ഓഫ് റെപ്പറ്റീഷനാണ്. അടിയിൽ 2 ഫാക്ടോറിയൽ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. ദർ ആർ ഓൾവേസ് 4 ലെറ്റേഴ്സ് ബിറ്റ്വീൻ പി ആൻഡ് എസ്. പിക്കും എസിനും ഇടയ്ക്ക് എപ്പോഴും 4 ലെറ്റേഴ്സ് ഉണ്ടാവണം. പെർമ്യൂട്ടേഷൻ എന്ന വേർഡിൻ്റെ അറേഞ്ച്മെൻറ്റ് നടത്തുമ്പോൾ പിക്കും എസിനും ഇടയ്ക്ക് എപ്പോഴും ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് നടത്തുമ്പോൾ പിക്കും എസിനും ഇടയ്ക്ക് എപ്പോഴും 4 ലെറ്റേഴ്സ് ഉണ്ടാവണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ പെർമ്യൂട്ടേഷൻസ് എന്ന വേർഡിൽ നിന്ന് ഈ പിയും ഈ എസും നമ്മളങ്ങ് മാറ്റി നിർത്തും. അതിനെ പിന്നെ അറേഞ്ച് ചെയ്യാം. ബാക്കിയുള്ള ലെറ്റേഴ്സിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. പിയും എസും ഒഴികെയുള്ള ലെറ്റേഴ്സാണ് ഇത്. ERMUTATION. ഇതിനകത്ത് പി ഇല്ല, എസ് ഇല്ല. ഈ ഗ്യാപ്പ് ഇട്ടേക്കുന്ന എന്തിനാണെന്ന് മനസ്സിലായോ? ഇതിൻ്റെ ഇടയ്ക്കോട്ട് ഈ പിയും എസും നമ്മൾ എഴുതി ചേർക്കാനാണ്. ആദ്യം ഈ പിയും എസും ഇല്ലാത്ത ഇതിൻ്റെ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് എത്ര വരുമെന്ന് നോക്കാം. ഇതൊന്ന് കൗണ്ട് ചെയ്തേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതിൻ്റെ ആൻസർ 10 ഫാക്ടോറിയൽ. തീർന്നില്ല. ടി 2 പ്രാവശ്യം ഉണ്ടെന്ന് കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. നമ്മളിനി പിയും എസും അറേഞ്ച് ചെയ്യാൻ പോവാം. പിയും എസും അറേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും 4 ലെറ്റേഴ്സ് ഉണ്ടാവണം എന്നാണ് ക്വസ്റ്റിനകത്ത് പറയുന്നത്. അപ്പോഴാദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം പി എഴുതിയട്ടെ. 4 എണ്ണം കഴിഞ്ഞ് എസ് എഴുതാം. ഇപ്പം കണ്ടില്ലേ, പിക്കും എസിനും ഇടയ്ക്ക് എത്ര ലെറ്റേഴ്സ് വന്നു? 4 എണ്ണം. ഇത് ഒരു അറേഞ്ച്മെൻറ്റ്. ഇനി നമുക്ക് പി ഇതാണ്ട് ഇവിടെ എഴുതിയിട്ട് എസ് 4 എണ്ണം കഴിഞ്ഞ് ഇവിടെ എഴുതാം. അപ്പോൾ രണ്ടാമത്തതായില്ലേ. ഇനി പി ഇതാ ഇവിടെ എഴുതി ചേർത്തിട്ട് 4 എണ്ണം കഴിഞ്ഞ് എസ് എഴുതാം. അപ്പോഴൊക്കെ പിക്കും എസിനും ഇടയ്ക്ക് 4 ലെറ്റേഴ്സ് ഉണ്ടേ. 3. പി ഇവിടെ വന്നിട്ട് എസ് ഇവിടെ വന്നാൽ എത്ര വരും? 4 ആയി. പി ഇവിടെ വന്നിട്ട് എസ് ഇവിടെ വരുമ്പോൾ എത്ര വരും? 5. പി ഇവിടെയാണ്, എസ് ഇവിടെയാണെങ്കിൽ എത്രയായി? 6. പി ഇവിടെ വന്നിട്ട് എസ് ഇവിടെ വന്നാൽ എത്ര വരും? 7. ഇനി അങ്ങോട്ട് എഴുതാനില്ല. അപ്പോൾ പിയും എസും നമ്മൾ ഈ രീതിയിൽ അറേഞ്ച് ചെയ്താൽ ഇപ്പം നമുക്ക് 7 എണ്ണം വന്നു. പിയും എസും അറേഞ്ച് ചെയ്യുന്ന പോലെ എസും പിയും അറേഞ്ച് ചെയ്തുകൂടെ? അപ്പോഴും നമുക്ക് 7 എണ്ണം വരത്തില്ലേ? അങ്ങനെ 7 7 14. അപ്പോൾ പിയും എസും നമുക്ക് 14 രീതിയിൽ അറേഞ്ച് ചെയ്യാം. പിയും എസും എസും പിയും 7 7 14. അപ്പോൾ ടോട്ടൽ കാണാൻ അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ മതി. ഈ 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ പിയും എസും ഒഴിച്ചുള്ള ലെറ്റേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റാണ്. ഈ 14 പിയുടെയും എസിൻ്റെയും അറേഞ്ച്മെൻറ്റാണ്. ഇതിൻ്റെ പ്രോഡക്റ്റാണ് ടോട്ടൽ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ.
5PR ഈസിക്കൽ ടു 6PR മൈനസ് 1 ഫൈൻഡ് R. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് NPRൻ്റെ ഫോമുലയാണ്. വട്ട് ഈസ് NPR? n ഫാക്ടോറിയൽ ബൈ n മൈനസ് R ഫാക്ടോറിയൽ. ഈ ഫോമുല നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്താൽ NPR n ഫാക്ടോറിയൽ ബൈ n മൈനസ് R ഫാക്ടോറിയൽ ആണെങ്കിൽ വട്ട് ഈസ് 5PR? 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് R ഫാക്ടോറിയൽ. അപ്പോൾ 6PR മൈനസ് 1 എന്ത് വരും? 6 ഫാക്ടോറിയൽ ബൈ 6 മൈനസ് R മൈനസ് 1 ഫാക്ടോറിയൽ. ശ്രദ്ധിച്ചെഴുതണം. 5PR 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് R ഫാക്ടോറിയൽ. ഇത് 6 ഫാക്ടോറിയൽ ബൈ 6ന്ന് R മൈനസ് 1 മൈനസ് ചെയ്യണം, അതിൻ്റെ ഫാക്ടോറിയൽ. ഈ മൈനസ് കഴിഞ്ഞ് നിർബന്ധമായിട്ടിവിടെ ബ്രാക്കറ്റ് ഉണ്ടാവണം. അടുത്ത സ്റ്റെപ്പിൽ ഈ മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസും ആറും കൂടെ മൈനസ് ആർ, മൈനസും മൈനസ് 1ഉം കൂടെ പ്ലസ് 1 എന്ന് വരും. ഇവിടെ എങ്ങും വേറെ യാതൊരു മാറ്റങ്ങളും വരുന്നില്ല. ഇനി ഈ 6ഉം ഈ 1ഉം കൂടെ ആഡ് ചെയ്താൽ 7 വരും. അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ എങ്ങും ഒരു ചേഞ്ചും ഇല്ലേ, ഇത് 7 മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് മാറി. ഇവിടെ ഈ റിസൾട്ട് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ NPR n ഫാക്ടോറിയൽ ബൈ ഈ എന്നിൽ നിന്ന് 6 മൈനസ് ചെയ്യുന്നതാണ് ഈ ബ്രാക്കറ്റ് എഴുതുക. ഇവിടെ 5ന്ന് 6 മൈനസ് ചെയ്താൽ 5 മൈനസ് ആർ. 6ൽ നിന്ന് R മൈനസ് 1 മൈനസ് ചെയ്യണം. 6 മൈനസ് R മൈനസ് 1. മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഈ 6ഉം 1ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ 7 കിട്ടി. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച റിസൾട്ട് ഇവിടെ റൈറ്റ് സൈഡ് യൂസ് ചെയ്യും. വാട്ട് ഈസ് 6 ഫാക്ടോറിയൽ? 6 ഇൻറ്റു 5 ഫാക്ടോറിയൽ. വാട്ട് ഈസ് 7 മൈനസ് ആർ ഫാക്ടോറിയൽ? ആദ്യം 7 മൈനസ് ആർ, അതിൽ നിന്ന് 1 പോയാൽ 6 മൈനസ് ആർ, വീണ്ടും 1 പോയാൽ 5 മൈനസ് ആറിൻ്റെ ഫാക്ടോറിയൽ. ഇവിടെ അങ്ങ് യാതൊരു ചേഞ്ചും വന്നിട്ടില്ല. 6 ഫാക്ടോറിയൽ 6 ഇൻറ്റു 5 ഫാക്ടോറിയൽ. 7 മൈനസ് ആർ ഫാക്ടോറിയൽ 7 മൈനസ് ആർ, 1 കുറഞ്ഞ് 6 മൈനസ് ആർ, വീണ്ടും 1 കുറഞ്ഞ് 5 മൈനസ് ആറിൻ്റെ ഫാക്ടോറിയൽ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്നാണ്ട് ഇവിടുന്ന് 5 ഫാക്ടോറിയൽ, ഇവിടുന്ന് 5 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്തു. ഡിനോമിനേറ്ററിൽ നിന്ന് 5 മൈനസ് ആറിൻ്റെ ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്തു. ഇതിനകത്ത് ബാലൻസ് എന്താ ഉള്ളത്? ഇവിടെ 1 ഉള്ളൂ. ഇവിടെ മുകളിൽ 6, താഴെ 7 മൈനസ് ആർ 6 മൈനസ് ആർ. ഇതാണ് ബാക്കി. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ കിട്ടും. 1ഉം ഈ ബ്രാക്കറ്റൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 മൈനസ് ആർ ഇൻറ്റു 6 മൈനസ് ആർ ഈക്വൽ ടു 6. ഇനി ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. 7 ഇൻറ്റു 6 42, 7 ഇൻറ്റു മൈനസ് ആർ മൈനസ് 7R, മൈനസ് ആർ ഇൻറ്റു 6 മൈനസ് 6R, മൈനസ് ആർ ഇൻറ്റു മൈനസ് ആറ് പ്ലസ് ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 6. ഇനി മൈനസ് 7R മൈനസ് 6R മൈനസ് 13R പ്ലസ് 6 ഇപ്പുറം വരുമ്പോൾ മൈനസ് 6 ആവും. അങ്ങനെ 42 മൈനസ് 6 36 ആവും. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആവും. ആർ സ്ക്വയർ മൈനസ് 13R പ്ലസ് 36 ഈക്വൽ ടു 0. ഇതിനെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് മാറ്റി. ഇത് ABCയുടെ വാല്യൂ എഴുതിയിട്ട് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ആ ഫോമുലയ്ക്കകത്ത് വാല്യൂ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. രണ്ട് സംഖ്യകൾ ആഡ് ചെയ്താൽ മൈനസ് 13, മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് 36. നമ്പേഴ്സ് ഏതൊക്കെയാ? മൈനസ് 9ഉം മൈനസ് 4ഉം. ആർ മൈനസ് 9 ഇൻറ്റു ആർ മൈനസ് 4 ഈക്വൽ ടു 0. ഇതിൽ നിന്ന് ആറിൻ്റെ വാല്യൂ 9 എന്നും 4 എന്നും വരും. ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. ക്വാഡ്രാറ്റിക് ഫോമുല ഉപയോഗിച്ചും നമുക്ക് ഇതിൽ നിന്ന് ആറിൻ്റെ വാല്യൂ 4 എന്നും 9 എന്നും കണ്ടെത്താം. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4AC ബൈ 2A. ആറിന് നമുക്ക് രണ്ട് വാല്യൂ കിട്ടി, 4ഉം 9ഉം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ നോക്കിയേ, 5PR ഈസിക്കൽ ടു 6PR മൈനസ് 1. ഇവിടെ എന്നിൻ്റെ വാല്യൂ 5, ഇവിടെ എന്നിൻ്റെ വാല്യൂ 6. ഇവിടെ ആറിനൊരിക്കലും 9 എടുക്കാൻ പറ്റില്ല. എന്താ കാരണം? ആറിന് നമ്മൾ എടുക്കുന്ന വാല്യൂ ഈ 5 6. ആ 5 എന്നിനേക്കാൾ ആറിൻ്റെ വാല്യൂവിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ആറിൻ്റെ വാല്യൂ എന്നിന് തുല്യമോ അതിനേക്കാൾ കുറവോ ആയിരിക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആറിൻ്റെ വാല്യൂ ഉറപ്പായിട്ടും 5ഓ അതിനേക്കാൾ ചെറുതോ ആയിരിക്കണം. അപ്പോൾ ഒരിക്കലും ആറിൻ്റെ വാല്യൂ 9 പറ്റില്ല. അപ്പോൾ നമ്മൾ ആറിനെടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്.